ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഏറ്റവും നല്ല ശരിയായ രീതിയിൽ ചീരവിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഏകദേശം 15 മുതൽ 20 ദിവസം കൊണ്ട് ചീരവിത്ത് വിളവെടുക്കാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് നമുക്ക് നല്ല ഒരു പോട്ട് മിക്സോ അല്ലെങ്കിൽ നല്ലൊരു മണ്ണാണ് കേട്ടോ. സാധാരണയായിട്ട് ഞാൻ ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മണ്ണും കൂടെ മിക്സ് ചെയ്തതിൻ്റെ അകത്തോട്ടാണ് ചീരവിത്ത് പാകുന്നത്. ഈ ഒരു രീതിയിൽ ഗ്രോ ബാഗിലേക്ക് പിന്നീട് പറിച്ച് നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ് ചീരവിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ മുളയ്ക്കുന്നില്ല, അല്ലെങ്കിൽ മുളച്ചതെല്ലാം മുളയ്ക്കുന്നതൊക്കെ മിക്കതും ഉറുമ്പൊക്കെ കൊണ്ടുപോകുന്നത്. അതിനെ പ്രതിവിധിയായിട്ടാണ് ഈ ഒരു ട്രേയിൽ ഞാൻ പാകുന്നത് കേട്ടോ. അപ്പം പാകി ഏകദേശം മണ്ണ് ഇതേപോലെ ഈ ഒരു കൂടുതലായിട്ട് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും കുറച്ച് ചകിരിച്ചോറും ചേർക്കുകയും അതിനുശേഷം ഈ ഒരു ട്രേയിലേക്ക് മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ചീരവിത്തുകളെല്ലാം ഇതേപോലെ പാകി കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കും. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മണ്ണും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വേണമെങ്കിൽ ആ ഒരു ട്രേയുടെ ചുറ്റും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ് സാധാരണ ഞാൻ തൂക്കി കൊടുക്കാറ് കേട്ടോ. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മാറ്റി നടുന്നത്. മാറ്റി നടാനായിട്ട് ഇതേപോലെ ഒരു ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഒരു ട്രേയോ എടുത്ത് അതിൽ ആദ്യത്തെ ലെയറായിട്ട് കരികിലയും പിന്നെ പച്ചിലയും അതുപോലെ തന്നെ കമ്പോസ്റ്റോ പിന്നെ ഉള്ളിത്തോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പച്ചക്കറികളുടെ വേസ്റ്റോ എല്ലാം ഇട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ടാണ് ഞാൻ സാധാരണയായിട്ട് മണ്ണും ചാണകപ്പൊടിയും അല്ലെങ്കിൽ മണ്ണും നമ്മുടെ കോഴിക്കാഷ്ടോ ആട്ടിക്കാഷ്ടോ ഒക്കെ ആട്ടിക്കാഷ്ടവും കോഴിക്കാഷ്ടവും ഇടുമ്പോൾ അതൊന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൂട് കാരണം നമ്മൾ ചെടി പാടിപ്പോകാൻ ഇടയാകും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് നമ്മൾ ഈ ആട്ടിൻകാഷ്ടമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂട് കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇതേപോലുള്ള പച്ചിലകൾ സാധാരണയായിട്ട് ഞാൻ നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയും അതുപോലെ തന്നെ കരിയിലയാണ് ഇൻ്റർമീഡിയറ്റ്, അതായത് ഒരെണ്ണം ആദ്യത്തെ ലെയറിൽ കരികില, പിന്നെ ശീമക്കൊന്നയുടെ ഇല, വീണ്ടും കരികില, പിന്നെ നമ്മുടെ കമ്പോസ്റ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഓരോ അത് ഏറ്റവും കൂടുതൽ നല്ലൊരു വളവുമാണ്. അതുപോലെ തന്നെ നമ്മൾ നടുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രേക്ക് അതിന് ഭയങ്കര വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ അനായാസം സാധിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ചീര വലുതായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര വെയിറ്റ് കുറവും അതുപോലെ തന്നെ വളങ്ങളൊക്കെ ഇല്ലാതെ തന്നെ വേറെ എക്സ്ട്രാ വളം കൊടുക്കാതെ തന്നെ നമ്മുടെ ചീര നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിൽ ഏകദേശം 2 പ്രാവശ്യം നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഏകദേശം നമ്മുടെ ചീര വേര് പിടിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വളങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ സാധാരണയായിട്ട് വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് ഈ ഒരു നമ്മുടെ പോട്ടിൽ കൊടുക്കുന്ന വളവും അതുകൂടാതെ ഗോമൂത്രം അങ്ങനെ ഡൈലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 15ാമത്തെ ദിവസം കൂടെ നമുക്ക് ചെറുതായിട്ട് തന്നെ ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മളെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെന്തായാലും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ, ടേക്ക് കെയർ.